നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് നാരായണീയം എഴുതി തുടങ്ങിയിട്ട് 6ാമത്തെ ദിവസമാണ് കേട്ടോ. കഴിഞ്ഞ 5 ദിവസങ്ങളിലായിട്ട് 5 ദശകമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇന്ന് എഴുതാൻ പോകുന്നത് 6ാമത്തെ ദശകമാണ്. ഈ ഒരു ദശകത്തിൽ പറയണത് ഭഗവാന്റെ വിരാട് സ്വരൂപ വർണ്ണനമാണ്. ഇത് ഭഗവാൻ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹിരണ്യാണ്ഡമായിട്ടാണ് കിടന്നത്, പിന്നെ അത് പൊട്ടിയിട്ടാണ് ഇത്രയും സൃഷ്ടികളൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പം അത്രയും ഒരു വിശ്വരൂപമാണ് ഭഗവാന്റെ വിരാട് രൂപം എന്ന് പറയുന്നത്. ആ രൂപത്തെ വർണ്ണിക്കുന്ന ഭാഗങ്ങളാണ്. അതായത് ഭഗവാന്റെ ആ ഒരു സ്വരൂപം ഉണ്ടല്ലോ, അത് 14 ലോകങ്ങളെയാണ് കാണിക്കുന്നത്. അതായത് പാദം മുതൽ ശിരസ് വരെയുള്ള ഓരോ ഭാഗങ്ങളും 14 ലോകങ്ങളെ ആയിട്ടാണ് സങ്കല്പിക്കുന്നത്. അതായത് പാതാളമാണെന്നും പിന്നെ ശിരസ് സത്യലോകമാണെന്നും ഏകദേശം നടുക്കായിട്ട് ഉദരഭാഗത്തായിട്ടാണ് ഭൂമി വരിക. അപ്പോൾ ഭൂമി ഉൾപ്പെടെ മുകളിലേക്ക് 7 ലോകങ്ങൾ, പിന്നെ താഴേക്ക് 7 ലോകങ്ങൾ, അങ്ങനെ 14 ലോകങ്ങളെയാണ് വർണ്ണിക്കുന്നത്. പിന്നെ അത് കൂടാതെ ഭഗവാന്റെ ഓരോ അവയവങ്ങളും ഓരോരോ സൃഷ്ടികളാണെന്നാണ് പറയണത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കിത് നോക്കിയിട്ട് തന്നെ വായിക്കാം കേട്ടോ. ഇപ്പോൾ അർത്ഥമുള്ള പുസ്തകമാണെങ്കിൽ കൃത്യമായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഉള്ളംകാലിനെ പാതാളമാണെന്ന് പറയുന്നുണ്ട്, പിന്നെ നെരിയാണികൾ മഹാതലം എന്ന് പറയുന്നുണ്ട്, കാൽമുട്ടുകൾ സുതലമാണെന്ന്, കാൽവണ്ണങ്ങൾ തലാതലം എന്ന്, പിന്നെ തുടകൾ വിതലം അതലം, അരക്കെട്ട് ഭൂലോകം, നാഭി ആകാശം, മാറിടം സ്വർഗമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിരസ് സത്യലോകമാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഓരോരോ ലോകങ്ങളെ ആയിട്ടാണ് ഓരോരോ ഭാഗങ്ങൾ പറയണത്. ഇനി ഓരോരോ അവയവങ്ങളായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അത് ഓരോ സൃഷ്ടികളാണെന്നാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ തലമുടി മേഘങ്ങളാണെന്ന് പറയുന്നുണ്ട്, പിന്നെ പുരികക്കൊടികൾ ബ്രഹ്മാവിൻ്റെ ആസ്ഥാനമാണെന്ന്, കൺപോളകൾ രാപ്പകലുകളാണെന്ന് പറയുന്നുണ്ട്, കണ്ണുകൾ സൂര്യനാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ ശ്ലോകത്തിലും ഓരോരോ സൃഷ്ടികളെയാണ് പറയണത്. ചെവികൾ ദിക്കുകളാണെന്ന് പറയുന്നുണ്ട്, നാസാദ്വാരങ്ങൾ ചുണ്ടുകൾ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ദശകം 5 വിരാട് പുരുഷോൽപത്തി. പിന്നെ ഭഗവാന്റെ അസ്ഥികൾ പർവ്വതങ്ങളാണെന്നാണ് പറയണത്. നാഡികൾ പുഴകളും രോമങ്ങൾ മരങ്ങളും ആകുന്ന പറയണത്. അങ്ങനെയുള്ള ഭഗവാനെയാണ് ഈ ഒരു ദശകത്തിലെ ഭട്ടതിരിപ്പാട് സ്തുതിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാമായിട്ടുള്ള ഭഗവാന്റെ വിരാട് സ്വരൂപത്തെ വർണ്ണിച്ചുകൊണ്ട് ഇപ്രകാരമുള്ള ഭഗവാനെ, എൻ്റെ എല്ലാ സുഖങ്ങളും, ഞങ്ങളുടെ എല്ലാവരുടെയും അസുഖങ്ങളെല്ലാം മാറ്റിത്തരണേ എന്നാണ് ഈ ഒരു ദശകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് 6ാമത്തെ ദശകം എഴുതാട്ടോ. എല്ലാവരും ഒരുമിച്ച് എഴുതിക്കോളൂ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ദശകം 6 വിരാട് സ്വരൂപ വർണ്ണനം. ഏവം ചതുർദശ ജഗന്മയതാം ഗദസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർദ്ധദേശമഭി ദേവരസാതലം തേ ഗുൽഭദ്വയം ഖലു മഹാതലമത്ഭുതാത്മൻ ജംഗേ തലാതലമധോസുതലം ച ജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ചോണീതലം ജഗനമംബരമംഗനാഭിർ വക്ഷശ്ച ശക്രനിലയസ്തവ ചക്രപാണേ ഗ്രീവാമഹസ്തവ മുഖഞ്ജനസ്തവസ്തു ബാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാത്രിദൈരഭി അന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ ത്വൽബ്രഹ്മരേന്ദ്രപദമീശ്വര വിശ്വകന്ദ
ഛന്ദാംസി കേശവഗനാ തവ കേശപാശാ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ നിശേഷ വിശ്വരജനാ ച കടാക്ഷമോക്ഷ കർണൗ ദിശോസി യുഗളം തവ നാസികേ ദ്വേ ലോഭത്രപേ ച ഭഗവന്നതരോത്തരോഷ്ടൗ താരാഗണാ ച ദശനാ ച മനശ്ച ദംശ്രാ മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാ ജലം വജനമീശ ശകുന്തപംക്തി സിദ്ധാദയ സ്വരഗണാമുഖരേന്ദ്രമഗ്നിർ ദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവാ പൃഷ്ടന്തധർമ്മ ഇഹ ദേവമനസുധാംശു അവ്യക്തമേവ ഹൃദയംബുജമംബുജക്ഷാ കുക്ഷിത് സമുദ്രനിവഹാവസനം തു സന്ധ്യേ ക്ഷേഭ പ്രജാപതിരസൗ വൃഷണൗ ച മിത്രാ ശ്രോണീതലം മൃഗഗണാപതയോർനഗാസേ ഹത്യുഷ്ട്രസൈന്ധവമുഖാഗമനം തു കാലാ വിപ്രാതിവർണഭവനം വദനാബ്ജബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുദേ സംസാരചക്രമയി ചക്രധരക്രിയാസേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈലാ നാട്യസതിൽ സമുദയത്തരവച്ചരോമാ ജീയാദിദം വപുര നിർവചനീയമീശാ ഈദൃഗ്ജഗന്മയ വപുസ്തവ കർമ്മഭാജാ കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുന്തിരോഗാൻ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.